കേരളം മുഴുവൻ കലാപം നടത്തിയില്ലേ? ഡിവൈഎഫ്ഐയും സി പി എംകാരും കലാപം നടത്തിയില്ലേ? ആ ഒരു പ്രതിയുടെ വീട്ടിലേക്ക് ബോംബ്, ഒരു പ്രതി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക്. രണ്ടാമത് ഈ പോസ്റ്ററുകളൊക്കെ തല്ലിപ്പൊളിച്ചു. കേരളത്തിൽ മുഴുവൻ വ്യാപകമായ പ്രചരണം, സാംസ്കാരിക നായകരാകെ ഇടപെടുന്നു. അത് രണ്ടാമത്തെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രശ്നം ഞാൻ കാണുന്നത് 4 കുട്ടികൾ കരിങ്കൊടി കാണിച്ച എന്ന ഒറ്റ കുറ്റത്തിന് 4 കുട്ടികൾ 2 ആഴ്ച ജയിലിൽ കിടന്നു. 4 KSUകാർ 2 ആഴ്ച ജയിലിൽ കിടന്നു. അവർ എന്താ ഒരു കുറ്റം? ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ പോയി, സായുധമായി ആക്രമിച്ചു. ഇവരുടെ കയ്യിൽ യാതൊരു ആയുധവും ഉണ്ടായിരുന്നില്ല എന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അറിയാം. കാരണം അവരെ സ്പോട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നു, മെഡിക്കൽ പരിശോധന നടന്നു. ജയിലിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരമൊക്കെ പരിശോധിച്ചിട്ട് അപ്പം കിട്ടിയില്ല. എന്തുകൊണ്ട് പോലീസ് പറഞ്ഞില്ല ഇവരുടെ ആയുധമില്ലാന്ന്? അന്ന് പറഞ്ഞില്ല. പോലീസിന് പറയാലോ, സായുധരായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് നാട് മുഴുവൻ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച CPIയും DYFIയും ആളുകളും എന്തുകൊണ്ട് ഈ പോലീസിനൊന്ന് പറഞ്ഞൂടെ? മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പോലീസ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഒരു സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറയാനാണ് നമ്മുടെ മന്ത്രിമാരും ഒക്കെ മറ്റേ ഭരണഘടന തൊട്ട് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അസത്യം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്.